സാന്നിധ്യം അയച്ച് കാത്ത് പരിപാലിക്കുകയും ചെയ്യുമെന്നാണ് ദൈവവചനത്തിലൂടെ നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയുന്നത്. സെഖര്യാ പ്രവാചകന്റെ പുസ്തകം 2:5 വായിക്കുമ്പോൾ അവിടെ കാണുന്നു, എന്നാൽ ഞാൻ അതിനു ചുറ്റും തീ മതിലായിരിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. അതായത് ദൈവജനത്തിന് തീ മതിലായി കൂടെ ഇരിക്കുന്ന ഒരു ദൈവം. നമുക്കറിയാം, ഒരു തീയുടെ മുൻപിൽ ഒരു ജീവികൾക്കും അടുത്തു വരുവാൻ കഴിയത്തില്ല. അതുപോലെ ദൈവശക്തിയാൽ നമ്മെ കാത്തു പരിപാലിക്കുമ്പോൾ പൈശാചികമായ യാതൊരു തന്ത്രങ്ങൾക്കും നമ്മെ അടുത്തു വരുവാൻ പോലും കഴിയാതെ ഈ ദൈവം നമ്മെ കാത്തു പരിപാലിക്കുമെന്നാണ് ദൈവവചനത്തിലൂടെ നാം മനസ്സിലാക്കുന്നത്. അതുപോലെ 34-ാം സങ്കീർത്തനം അതിന്റെ 15-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുന്നു, യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. അതായത് അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ള ദൈവം, അതായത് ദൈവത്തിന്റെ ആ സർവജ്ഞാനത്തെയാണ് ആ വാക്യത്തിലൂടെ നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയുന്നത്. അപ്പോൾ ഈ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ള ദൈവം, സകലത്തെയും നോക്കിക്കാണുന്നവൻ, ആ ദൈവത്തിന്റെ കണ്ണ് എപ്പോഴും തന്റെ മക്കളുടെ മേൽ ഇരിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ തന്റെ മക്കളുടെ മേൽ ഇരിക്കിയാൽ ഒരനർത്ഥവും അവനെ തൊടുകയോ അവനെ ഭാരപ്പെടുത്തുകയോ ചെയ്യാതെ വണ്ണം ഈ ദൈവം ആ വ്യക്തിയെ കാത്തു പരിപാലിക്കുമെന്നാണ് ദൈവവചനത്തിലൂടെ നാം മനസ്സിലാക്കുന്നത്. വചനം പറയുന്നു, യഹോവയുടെ ദൃഷ്ടി തന്റെ ഭക്തന്മാരുടെ മേലും തന്റെ ദയയ്ക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു. അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിപ്പാനും ക്ഷാമത്തിൽ അവരെ ജീവനോടെ രക്ഷിപ്പാനും തന്നെ. അപ്പോൾ എന്തിനു വേണ്ടിയാണ് ഈ ദൈവത്തിന്റെ ദൃഷ്ടി നമ്മുടെ മേൽ വെച്ചിരിക്കുന്നത്? ഒന്നാമതായിട്ട് പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിക്കുവാൻ, അതായത് പ്രതികൂലങ്ങളിൽ നാം നശിച്ചു പോകാതെ, തകർന്നു പോകാതെ നമ്മെ രക്ഷിച്ചു വിടുവിക്കുവാൻ ഈ ദൈവത്തിന്റെ ദൃഷ്ടി നമ്മുടെ മേലിരിക്കുന്നു. രണ്ടാമതായി പറയുന്നു, ക്ഷാമത്തിൽ അവരെ ജീവനോടെ പാലിക്കുവാൻ. പ്രൈസ് ദി ലോർഡ്. അതായത് നാം ശോഷിച്ചു പോകാതെ, നാം ഇല്ലായ്മ ചെയ്തു പോകാതെ, ക്ഷാമം പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും വരുമ്പോൾ അതിൽ നിന്നൊക്കെയും നമ്മെ വിടുവിക്കുവാൻ ഈ ദൈവം നമ്മെ കാത്തു പരിപാലിപ്പാൻ ശക്തനായി നമ്മുടെ മേലുണ്ട്. സർവശക്തനായ ദൈവത്തിന്റെ ദൃഷ്ടി തന്റെ ഭക്തന്മാരുടെ മേൽ വെച്ചിരിക്കിയാൽ ആ കണ്ണുകളെ മറച്ച് ഒരു വ്യക്തികൾക്കോ ശക്തികൾക്കോ ഒന്നും തന്നെ ചെയ്യുവാൻ കഴിയത്തില്ല. പ്രിയരെ, ദൂതന്മാരെ അയച്ച് കാവൽ ചെയ്യുന്ന ദൈവം, തന്റെ സാന്നിധ്യം അയച്ച് നമ്മെ വിടുവിക്കുന്ന ദൈവം, തന്റെ ദൃഷ്ടി നമ്മുടെ മേൽ വെച്ച് നമ്മെ സൂക്ഷിച്ച് പരിപാലിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ഹല്ലേലൂയ. അതുപോലെ ഈ ദൈവത്തിന്റെ കരങ്ങൾ നമ്മെ സംരക്ഷണം ചെയ്യുന്നുവെന്ന് യോഹന്നാൻ 10-ാം അധ്യായം 28-29 വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണാം. അവിടെ കാണുന്നു, ആരും അവയെ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. അവയെ തന്നിരിക്കുന്ന എന്റെ പിതാവ് എല്ലാവരിലും വലിയവൻ. പിതാവിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിപ്പാൻ ആർക്കും കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഈ ദൈവത്തിന്റെ കരം നമ്മുടെ മേലുണ്ട്. അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത്, ഞാൻ നിന്നെ കൈ വിടുകയില്ല എന്ന്. നാം അറിയാതെ നമ്മുടെ കരം പിടിച്ചിരിക്കുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടി ഇന്നും ജീവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഏത് വിഷയത്തിന്മേൽ നാം ഭാരപ്പെടുന്നുവോ, ഇന്ന് പ്രഭാതത്തിൽ ധൈര്യത്തോടെ, ഉറച്ച വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായി നാം ജീവിതം നയിപ്പാൻ നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചാൽ ആ ദൈവം നമ്മെ ഓരോ നിമിഷവും കാത്ത് പരിപാലിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. യോബിന്റെ പുസ്തകം 1:10 വായിക്കുമ്പോൾ അവിടെ കാണുന്നു, നീ അവനും അവന്റെ വീട്ടിനും അവനുള്ള സകലത്തിനും ചുറ്റും വേലി കെട്ടിയിട്ടില്ലയോ? ഹല്ലേലൂയ. ഈ ദൈവം നമ്മെ വേലി കെട്ടി സൂക്ഷിക്കുന്ന ദൈവമാണ്. സ്തോത്രം. നമുക്ക് ചുറ്റും, നമുക്കുള്ളതിന് ചുറ്റും, നമ്മുടെ വീടിന് ചുറ്റും വേലി കെട്ടി അവൻ പരിപാലിച്ച്, ഹല്ലേലൂയ, ഒരു ശക്തികൾക്കോ ഒരു അനർത്ഥങ്ങൾക്കോ ഒരു മാനുഷിക ശക്തികൾക്കോ നമ്മുടെ മേൽ ഒന്നും ചെയ്യുവാൻ കഴിയാതെ വണ്ണം കാത്തു പരിപാലിക്കുവാൻ ആ ചിറകിന്റെ മറവിൽ അണച്ചുകൊള്ളുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. ഹല്ലേലൂയ. ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെ ജീവിതത്തിലെ വിഷയം എന്താണ്? അവയിൽ നിന്ന് വിടുവിക്കുവാൻ ഈ ദൈവം ശക്തനാണ്. സ്തോത്രം. മാത്രവുമല്ല, ആമേൻ, പുതിയ നിയമസഭയ്ക്ക് ദൈവം തന്റെ ആത്മാവിനെ പകർന്ന് നമ്മെ കാത്തു പരിപാലിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ഓരോ നിമിഷവും നമ്മെ പരിപാലിക്കുവാൻ, നമ്മുടെ കാര്യസ്ഥനായിരിക്കുവാൻ, ഹല്ലേലൂയ, ഈ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് കൂടെയുണ്ട്. ഏത് പ്രതികൂലത്തിൽ നാം ഭാരപ്പെട്ടിരിക്കുന്നു അവയിൽ നിന്ന് വിടുവിപ്പാൻ ഈ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. ഫിലിപ്പിയർ 4:7 പറയുന്നു, എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും
ക്രിസ്തു യേശുവിങ്കൽ കാക്കും. ഹല്ലേലൂയ. സമാധാനമില്ല, സന്തോഷമില്ല, ഞാൻ നാളെ എന്തായിത്തീരുമെന്നുള്ള ആ ചിന്ത എന്നെ അലട്ടുന്നു നാം ഭാരപ്പെടുന്നുവെങ്കിൽ അവിടെ പറയുന്നു, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം തന്ന് നമ്മുടെ ഹൃദയങ്ങളെയും നമ്മുടെ മനസ്സിന്റെ നിലവുകളെയും കാത്തു പരിപാലിക്കുവാൻ ഈ ദൈവം നമ്മോട് കൂടെയുണ്ട്. പ്രിയരെ, ഇന്ന് പകൽക്കാലം ഞരങ്ങി ഭാരപ്പെടുന്ന വിഷയത്തെ ദൈവകരങ്ങളിൽ ഇട്ട് കൊടുത്തുകൊണ്ട് നമുക്ക് സ്വതന്ത്രരായി ഈ ഭൂമിയിൽ സന്തോഷത്തോടെ ജീവിപ്പാൻ ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കിയാൽ ധൈര്യത്തോടുകൂടി വചനത്തിൽ ആശ്രയിച്ച് ആമേൻ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ഈ സംരക്ഷണത്തിനുള്ളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ആ ഊന്നനെ നാം ആമേൻ ഏൽപ്പിച്ചു കൊടുത്താൽ നിശ്ചയമായി ദൈവത്തിൽ നിന്നും വലിയ നന്മകളെ പ്രാപിച്ച് സന്തോഷത്തോടെ ഭൂമിയിൽ ജീവിപ്പാൻ സാധിക്കും. അതിനായി ഇന്ന് പകൽക്കാലം ദൈവം നമ്മെ ഏവരെയും ആമേൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ ഏവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഒരു നിമിഷം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ, നന്ദിയോടെ സ്തുതിക്കുന്നു പിതാവേ, സ്തോത്രം ചെയ്യുന്നപ്പാ. ഇന്ന് പ്രഭാതത്തിൽ കർത്താവേ, ഈ വചനം കേട്ട ഓരോരുത്തരുടെ മേലും അവിടുത്തെ കൃപ ധാരാളമായി പകരണമേ. ഭാരങ്ങളോ പ്രയാസങ്ങളോ രോഗങ്ങളോ അസ്വസ്ഥതകളോ ഇല്ലായ്മകളോ വേദനകളോ ആമേൻ ഏത് വിഷയത്തിൽ അലട്ടുന്നോ കർത്താവേ, ആ വിഷയങ്ങളുടെ മേൽ അങ്ങയുടെ പരിപാലനം ഇന്ന് പകൽക്കാലം അവിടെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പക്ഷി ചുറ്റി പറന്ന് കാക്കുന്നത് പോലെ ഞാൻ എന്റെ ജനത്തെ കാത്തുകൊള്ളുമെന്ന് പറഞ്ഞ ദൈവമേ, അവിടത്തെ ദൃഷ്ടി വെച്ച് ആലോചനകളെ നൽകി ഓരോ നിമിഷവും വഴി നടത്തുന്ന ദൈവയ്ക്കായി സ്തോത്രം. അങ്ങയുടെ ദൂതന്മാരെ അയച്ച് കാവൽ ചെയ്യുന്ന ദൈവയ്ക്കായി സ്തോത്രം. അങ്ങയുടെ കരം ഞങ്ങളുടെ സംരക്ഷണയ്ക്ക് വേണ്ടി ഇറങ്ങി വരുന്നത് കൊണ്ട് സ്തോത്രം കർത്താവേ. അങ്ങയുടെ സാന്നിധ്യം പകർന്നും അങ്ങ് കാര്യസ്ഥനായി കൂടെ ഇരുന്ന് ഞങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കാൻ നന്ദി കർത്താവേ. അവിടുത്തെ ബലമുള്ള കരം ഈ വചനം കേട്ട ഓരോരുത്തരുടെ മേലും ഇറങ്ങി വരട്ടെ. പ്രതികൂലങ്ങൾ മാറിപ്പോകട്ടെ, പ്രശ്നങ്ങൾ മാറട്ടെ, രോഗങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കട്ടെ. സൗഖ്യത്തോടെ സമാധാനത്തോടെ സന്തോഷത്തോടെ ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ സ്വർഗ്ഗം സഹായിക്കും. ബലമുള്ള കരങ്ങളിലേക്ക് സകലരെയും ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ. ഓക്കെ, ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.